കാണാൻ വേണ്ടിയിട്ട് സൺ വ്യൂ പോയിന്റിലേക്ക് പൊക്കോണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെ കൃത്യം 5 മണിക്ക് തന്നെ റെഡി ആയിട്ട് ജീപ്പിലൊക്കെ കയറി യാത്രയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ 2 മണിക്കൂറത്തെ യാത്രയിലേക്ക് ശേഷം നമ്മളിതാ സൺ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു ഗായ്സ്. അപ്പം നേരം വെളുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. എൻ്റെ പൊന്നു ഭയങ്കര തണുപ്പായിരുന്നു ഗായ്സ്, സഹിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ നമ്മളിതാ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി നമ്മുടെ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. എൻ്റെ പൊന്നു ഭയങ്കര തണുപ്പായിരുന്നു ഗായ്സ്, ഒട്ടും സഹിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ ഗ്രൂപ്പ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ ഉദിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗായ്സ്. ഞങ്ങളുടെ ടൂറിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് പാർട്ട് വാസ് ട്രക്കിംഗ്. ഏതാണ് ചോദിച്ചത് ട്രക്കിംഗ് എന്ന് മാത്രമേ ഞങ്ങൾ പറയത്തുള്ളൂ. ഈ ട്രക്കിംഗ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ബിക്കോസ് ഈ മലയുടെ മണ്ടയിലൊക്കെ ജീപ്പിൽ പോകാൻ വേണ്ടി, അതും നല്ല രാത്രി സമയത്ത് മഞ്ഞുള്ള സമയത്ത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. കൂടെ നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു, എല്ലാവരും നല്ല വൈബായിരുന്നു ഗൈസ്. സൈഡ് സീറ്റിൽ ഇരുന്നുകൊണ്ട് സകല ചുള്ളിക്കമ്പുകൾ എന്നെ മാടി മാടി അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ നടുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അങ്ങനെ നമ്മുടെ സൂര്യൻ എന്താ ഉദിച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്നു അടിപൊളിയായിരുന്നു ഗൈസ്, പറയാതിരിക്കാൻ വയ്യ, വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ അടുത്ത് കുറേ മലയും കുന്നും മഞ്ഞും ഒക്കെ കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ പിള്ളേർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിൽ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം നമ്മളിതാ അടുത്തത് വാട്ടർഫോൾ കാണാൻ വേണ്ടി പോവുകയായിരുന്നു ഗായ്സ്. അപ്പം അമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടായതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ വെള്ളം വളരെ കുറവായിരിക്കും. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടമൊക്കെ താണ്ടി നമ്മളിതാ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയായിരുന്നു. എൻ്റെ പൊന്നു തണുപ്പ് സഹിക്കാൻ വയ്യായിരുന്നു ഗായ്സ്. എൻ്റെ പൊന്നെ പല്ലെല്ലാം കൂടെ കൂട്ടിയിടിക്കുകയായിരുന്നു പിള്ളേരെല്ലാം. എൻ്റെ പൊന്നു ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പോൾ പിള്ളേർ ഈ വാട്ടർഫോളിനകത്ത് ഇറങ്ങിയിട്ട് പറഞ്ഞു പുറത്ത് ഭയങ്കര തണുപ്പാണെങ്കിലും വാട്ടർഫോളിന് ഭയങ്കര ചൂടായിരുന്നെന്ന് ഗായ്സ്. അങ്ങനെ നമ്മുടെ പിള്ളേരവിടെ നിന്ന് കുറേ പേര് തണുത്ത് ഒരു പരുവായി ഗായ്സ്. എപ്പോഴാ പോകുന്നതെന്ന് ചോദ്യമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ പിള്ളേരിതാ പോയിരുന്നു ഊതി കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്ക് തണുപ്പായിരുന്നു. സോ ഗായ്സ് ഇതായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ്. നേരത്തെ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. എൻ്റെ പൊന്നു ഞങ്ങൾ ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ 8 മണിയായിരുന്നു ഗായ്സ്. അപ്പോഴത്തേക്കും വെയിലായി, നല്ല ചൂടുമായി ഗായ്സ്. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു ഗായ്സ്. സോ നെക്സ്റ്റ് ഒരു 5 മിനിറ്റ് വ്ളോഗ് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.